ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീട്ടിൽ ആരുമില്ല, ഒന്നുമില്ല, ഹോസ്പിറ്റലൊക്കെ പോയതാണ്. ആൻഡ് നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ ലൈക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഈ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. ഓക്കെ, അപ്പം എനിക്ക് ആക്ച്വലി പഴയൊരു വീടുണ്ടായിരുന്നു. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. യെസ്, അപ്പോൾ ഞാൻ ജനിച്ച് വളർന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജനിച്ചപ്പോൾ കുറച്ച് നാൾ വേറൊരു സ്ഥലത്ത് ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി വേറൊരു വീട്ടിൽ നിന്നിട്ടുണ്ട്, ലൈക്ക് നമ്മളുടെ വീട് തന്നെ. അപ്പം ആ വീട് ആക്ച്വലി നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ട് വർഷങ്ങളായി. ആൻഡ് അവിടെയാണ് എൻ്റെ അച്ഛമ്മയുള്ളത്. സോ ഇന്ന് ഞാൻ അച്ഛമ്മേനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് പഴയ വീട്ടിൽ പോവാം ആൻഡ് എൻ്റെ പഴയ വീട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ പഴയ വീട്ടിൽ പോയിട്ട് അച്ഛമ്മേനെ കാണണം, കുറച്ചു നേരം അവിടെ ചിൽ. സോ നമുക്ക് പഴയ വീട്ടിൽ പോവാം ആൻഡ് ഐ വിൽ ടേക്ക് യു ഗൈസ് ദേർ. പിന്നെ ഇന്നെൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അതാണ് എൻ്റെ ഹെയറിന് ഇത്ര വൃത്തികെട്ട കോലത്തിയിരിക്കുന്നത്, പ്രേമത്തിലെ മേരീനെ പോലെ. കൊള്ളാം അല്ലേ? മറ്റേ മുടിയാട്ടം പോലെ അല്ലേ? കൊള്ളാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്കും നിങ്ങൾ അത്ര ഇതാക്കണ്ട. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ പട്ടിക്കോളത്തിലൊക്കെയാണ് ഇരിക്കുക. ഞാൻ അത്ര മറ്റേ കേൾസ് അങ്ങനെ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് ഈ ഔട്ട്ഫിറ്റാണ് ഇട്ടത്. ഈ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടീഷർട്ട് ആൻഡ് ഡാർക്ക് ബ്ലൂ ജീൻസ്, ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി, ബേസിക് ഔട്ട്ഫിറ്റ്. അപ്പം നമുക്ക് ജസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് പോവാം. സ്കിൻ കെയർ അല്ല, ഞാൻ ജസ്റ്റ് കണ്ണും കൂടെ ചിലപ്പോൾ എഴുതും. ലിബാം ഇല്ലാതെ എനിക്കൊരു ജീവിതമല്ല, നിങ്ങൾക്ക് അറിയാലോ. മോയ്സ്ചറൈസർ. നമുക്ക് പെട്ടെന്ന് പോവാം, ബിക്കോസ് കുറച്ച് കഴിഞ്ഞാൽ മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മഴ വരുന്നതിന് മുമ്പ് എനിക്ക് പോയിട്ട് തിരിച്ചു വരണം. യെസ്, സൺസ്ക്രീൻ്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാറുണ്ട്, എന്നാലും പ്രൊട്ടക്ഷൻ വേണം, പ്രൊട്ടക്ഷൻ. നമുക്ക് എൻ്റെ സൺസ്ക്രീൻ തീരാനായി. എന്നാലും നമ്മൾ ഞെക്കി തൂറ്റിച്ചെങ്കിലും നമ്മൾ എടുക്കും ഇതിനെ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ കത്രിക വെച്ച് മുറിച്ച് രണ്ടായിട്ട് എടുത്ത് ഞാൻ ഇല്ലാതാക്കും. അടികപ്പിയാരെ കൂട്ടമണിയിൽ പറയില്ലേ, ട്രെയിൻ കയറിയതാണോന്ന്, അതുപോലെ ട്രെയിൻ കയറിയ അവസ്ഥയാക്കും ഞാൻ. സൺസ്ക്രീൻ. പിന്നെ ഐ എം ജസ്റ്റ് പുട്ടിങ് സം കളർ കറക്റ്റർ ആൻഡ് കൺസീലർ സോ ഐ ക്യാൻ കവർ. താഴെയൊന്നും വേണ്ട, അത്രയ്ക്ക് റിച്ച് ഒന്നും ആവണ്ട. ഇപ്പോൾ ജസ്റ്റ് അടുത്ത വീട്ടിൽ പോകാനല്ലേ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. സോ കുറച്ച് നമുക്ക് മേലെ മാത്രം ടു കവർ മൈ ഡാർക്ക് സർക്കിൾസ്. ടാപ്പ് 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 ടാപ്പ്. എനിക്ക് കൈ വെച്ചിട്ട് ടാപ്പ് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് പക്ഷേ ബ്യൂട്ടി ബ്ലെൻഡർ ഒക്കെ എടുക്കാം. എനിക്ക് ബ്യൂട്ടി ബ്ലെൻഡറിനോട് പേഴ്സണലി തീരെ താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇങ്ങനെ അതാക്കുമ്പോൾ അത് ഫുള്ള് വലിച്ചെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐ പ്രിഫർ മേക്കപ്പ് ബ്രഷ് മോർ ദാൻ ദ ബ്ലെൻഡർ. നിങ്ങളുടെ കൺവീനിയൻസ് പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ മതി. ഞാൻ ലൈറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇച്ചിരി കൺസീലർ ഇടാം, ഇച്ചിരി കൺസീലർ. ഈ കൺസീലർ എൻവൈബേൻ്റെ എന്തോ ആണ്. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് ഖതം ഹോ ഗയി. ബട്ട് മേക്കപ്പ് സാധനങ്ങൾ ഒരിക്കലും നമ്മൾ ഇത്തിരി പോലും ബാക്കി വെച്ചിട്ട് അതിനെ കളയാൻ പാടില്ല. വടിച്ച് തുടച്ചെടുത്തേക്കണം കേട്ടല്ലോ. പ്ലേറ്റിൽ കുറച്ച് ചോറ് ബാക്കിയായാലും കുഴപ്പമില്ല, പക്ഷെ മേക്കപ്പ് സാധനങ്ങൾ, സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ നമ്മൾ തുടച്ച് വടിച്ചെടുത്തോണം. എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, അതും കേട്ടിരിക്കരുത് കേട്ടല്ലോ. ഓക്കെ, ആ പരിപാടിയും കഴിഞ്ഞു. ഞാൻ പേഴ്സണലി ഐ ലൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ എനിക്ക് കണ്ണെഴുതണം. എനിക്ക് കണ്ണെഴുതാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നും എനിക്ക് വയ്യെന്ന് ചില സമയത്ത്. ഇപ്പൊ ചില ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീലറും ഇത്തിരി ഐഷാഡോ ഇട്ടിട്ട് ചുമ്മാ മസ്കാര ഇട്ട് പോകുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ മേലെ ഇത്തിരിയെങ്കിലും എഴുതുമ്പോൾ എനിക്കൊരു സന്തോഷം. പിന്നെ ചില സമയത്ത് ഒന്നും ചെയ്യാതെ പുറത്തു പോകുന്ന ദിവസം ഉണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് കണ്ണെഴുതാം. അപ്പൊ ഞാൻ റെഡിയായി. ഇനി നമുക്ക് പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ മഴ പെയ്യും. അളിഞ്ഞ്
പിളിഞ്ഞ് നാശവും പോവാം. നിങ്ങളുടെ ആകെ മൊത്തം പറന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഇങ്ങനത്തെ മുടി. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും കുളിക്കണം എനിക്ക്. പണ്ട് ആക്ച്വലി നമ്മളൊക്കെ പഠിക്കണ സമയത്ത് ഇങ്ങോട്ടേക്ക് റോഡൊന്നും വെട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ മറ്റേ പുതിയ വീടൊക്കെ വെച്ചപ്പോൾ ഇവിടെ റോഡൊക്കെ വന്നു. നമ്മൾ ചെറുപ്പമായിരുന്നപ്പം എൻട്രൻസ് ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ. വേറെ എൻട്രൻസ് ഞാൻ കാണിച്ചില്ല. ഹായ്. ഫോണിന്റെ ചാർജർ വെച്ചതാ. എന്തൊക്കെയാണ് എന്നിട്ട് സുഖാണോ? എന്ത് മീനാ? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ലേ അവരിടുക. എനിക്കെന്ത് വിശേഷം അങ്ങോട്ട് പറയാനുള്ളത്? എന്റെ ആരാ വിശേഷം ഞങ്ങളെ പറ്റി കുറ്റം പറഞ്ഞ? ആരാ പറയാത്ത? ആരാ പറഞ്ഞെന്ന് വെച്ചാല് പറയാത്തവരാരും ഉണ്ടായിട്ടുണ്ടേ. നിങ്ങൾ മൈൻഡ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള മൈൻഡ് ചെയ്യാൻ ഞാൻ ഇതിനുള്ളിലായി ആണല്ലോ. എന്റെ പേരാണല്ലോ ആൾക്കാർ പറയാ. എന്റെ ദൈവമേ, ഞങ്ങൾ അതുകൊണ്ടാ നാട്ടിൽ നിൽക്കാത്തത്. പിന്നെ എപ്പോഴേലും വരുമ്പോ നിങ്ങൾക്ക് നല്ല ഇതിൽ വന്നാൽ ഇവിടെ ഉള്ളവരൊരു വിചാരിക്കും നിങ്ങൾ അവിടെ എങ്ങനെയാലും നല്ലോണം നടത്തുന്നത്. വിശക്കുന്നേ. എന്നാ എനിക്ക് സ്പെഷ്യലായിട്ട് എന്തുണ്ടോ? സ്പെഷ്യലായിട്ട് വേണേ കോഴിമുട്ട പൊരിക്കുക. അപ്പൊ ഗൈസ്, ഇതാണോ ഞാൻ ഒരു ഫ്രം മൈ എത്ര വയസ്സാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു 3 വയസ്സ് 4 വയസ്സ് തൊട്ട് ഞാൻ ഇവിടെയാണ്. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ വീട്. ഇത് ആക്ച്വലി കുറച്ചും കൂടി ഉള്ളിലോട്ടായിരുന്നു. അപ്പോ ഇപ്പൊ ഈ പെയിന്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. അതൊക്കെ ഇപ്പൊ ഈ അടുത്ത് പെയിന്റ് അടിച്ചതാണ്. ആൻഡ് ഇവിടെ ആയിരുന്നു നമ്മളുടെ എൻട്രൻസ്. ലൈക്ക് അവിടെ നിന്ന് ഇവിടെ ഒരു പാറ ഉണ്ട്. അപ്പൊ അതിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ റോഡൊക്കെ വെട്ടിയത് കൊണ്ട് ഇതിന്റെ പുറകെ കൂടെ ആ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാ എൻട്രൻസ്. എല്ലാം മാറി ഗൈസ്, എല്ലാ കാര്യങ്ങളും മാറി. ചെടികളൊക്കെ ഇപ്പോഴും ഇതൊക്കെ പിന്നെ ഇതൊന്നും ഞാൻ ലൈക്ക് അപ്പത്തൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം അച്ഛമ്മ വളർത്തുന്ന ചെടികളും കായ്ക്കനികളായിട്ട് ദേ അവിടെ ഒരു ചക്ക, ഇവിടെ ദേ ചക്ക. പിന്നെന്തൊരു സാധനം, ഇതെന്താന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ദേ ഈ സാധനം, അതെന്തോ ഒരു സാധനം, അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെന്താ ഇവിടെ ഉള്ളത്? ഇവിടെ മുളകുണ്ട്. കൻ യു സീ ദ മുളക്? പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് കൊക്കോ. മേ ബി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിച്ചു എന്നുള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ പിന്നെ അല്ലാതെ വേറെ ആരും കാണിച്ചു തരുമോ? ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഇവിടെ മാങ്ങയുണ്ട്. പിന്നെന്താ, ഇതൊക്കെ തന്നെ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ഞാൻ ഫുഡ് കഴിക്കട്ടെ, ചോറ് കഴിക്കട്ടെ. ഇന്ന് അച്ഛമ്മേൻ്റെ വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല, മീൻ കറി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ മതി. സോ ലെറ്റ്സ് ഹാവ് ദ ലഞ്ച്. ഇതാണ് ഇവിടുത്തെ ഹോൾ, ദ ലിവിങ് റൂം. പിന്നെ ഇതായിരുന്നു നമ്മളുടെ പൂജാമുറി. ഇതൊക്കെ കുറെ മാറിട്ടോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, മാറ്റങ്ങളുണ്ട്. ഒരു കട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല. പിന്നെന്താ, പൂജ തിങ്സ്. പിന്നെ ഇതൊരു ബെഡ്റൂം ആയിരുന്നു. ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇവിടെ ലൈറ്റ് ഉണ്ടോ? ഉണ്ട്. ഇത് ആക്ച്വലി പണ്ടത്തെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ കിടന്ന ബെഡ്റൂം ആയിരുന്നു ഇത്. യെസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം അച്ഛൻ ഇവിടെയാണ് കിടക്കുന്നത്. എനിക്ക് ഭയങ്കര മെമ്മറിയാണ് ഇതൊക്കെ. ലൈക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് നല്ല രസമായിരുന്നു. നെസ്റ്റാൾജിയ. പക്ഷെ ഈ ഹാനകൃഷ്ണയെ കാണിക്കുന്ന പോലെ കുറെ പണ്ടത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ അന്നൊന്നും നമ്മളടുത്ത് ഒരു ക്യാമറ ഉള്ള മാതിരി ഒരു ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. സാഡ്. പിന്നെ ഇവിടെ വരുമ്പം ഇവിടെയായിരുന്നു ഗൈസ് എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ. ഇവിടെയായിരുന്നു, കണ്ടോ? അയ്യോ, ഇവിടെയായിരുന്നു എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടായിരുന്നത്.
ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നിട്ടായിരുന്നു പഠിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ ആ 10th ഞാൻ ഭയങ്കര പഠിപ്പായിരുന്നു. ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരുന്ന് പഠിക്കുക. എന്ത് ചെയ്യാനാ. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. ഈ ബെഡ്റൂം ഇതായിരുന്നു ആക്ച്വലി പണ്ടത്തെ, ലൈക് പണ്ട് അച്ഛമ്മയൊക്കെ കിടന്ന ബെഡ്റൂം ഇവിടെ ഇതായിരുന്നു. ഇപ്പൊ ഇവിടെ ആരാ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇതായിരുന്നു ബെഡ്റൂം. ആക്ച്വലി ഇപ്പോൾ ചില ദിവസം ഞാൻ അമ്മേൻ്റെ കൂടെ കിടക്കും. ചില ദിവസം മിക്ക ദിവസം ഈ റൂമിലായിരുന്നു ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ ഞാൻ കിടക്കുമ്പം ഇവിടെ ആക്ച്വലി 2 കട്ടിലുണ്ടല്ലോ. അപ്പൊ ഈ 2 കട്ടില് ഞാൻ മിക്കപ്പോഴും ഈ കട്ടിൽ ഒറ്റയ്ക്കെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി കുറച്ച് വലുതാവുന്നവരെ അവൾ അമ്മേൻ്റെ അടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ ഇവിടെ അച്ഛമ്മേൻ്റെ കൂടെ കിടക്കും. അച്ഛമ്മേനെ ഞാൻ ഉറക്കത്തിൽ ഞാൻ ചവിട്ടി തള്ളി താഴ്ത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്വഭാവമൊക്കെ എനിക്ക് അന്നെ. ഇപ്പൊ പക്ഷെ ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആരെയും ചവിട്ടാറൊന്നുമില്ല. പിന്നെ ഞാൻ ചില ദിവസം ഈ കുഞ്ഞിക്കട്ടിൽ കിടക്കും. അങ്ങനെ ഇവിടെയായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. മെമ്മറീസ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെ ഇതായിരുന്നു നമ്മളുടെ ഡൈനിങ് റൂം. അയ്യോ, ഇവിടെ ലൈറ്റ് ഉണ്ടോ അറിയില്ല. ലൈറ്റ് ഉണ്ട്. ഇതായിരുന്നു നമ്മളുടെ ഡൈനിങ് റൂം പണ്ടത്തെ. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ, ഈ ഡൈനിങ് ടേബിൾ അല്ല കേട്ടോ, വേറൊരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു വാഷ് ഏരിയ. പിന്നെ ഇതായിരുന്നു നമ്മളുടെ വാഷ്റൂം. പിന്നെ ഇവിടെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ചിലപ്പോൾ ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ തിണ്ണയിൽ പോയിട്ട് നമ്മൾ TV കണ്ട് ഫുഡ് കഴിക്കും. കിച്ചൺ അന്നും ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ടത്തെ ഇത് അവിടെയായിരുന്നു. ബാക്കി കിച്ചണിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അടുപ്പും ഇതെല്ലാം ആക്ച്വലി ഇവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും സ്കൂളിൽ പോകുമ്പോൾ. ഇവിടെ ഇരുന്നിട്ട് അമ്മ അവിടെ നിന്ന് ദോശ ചൂടും ഇങ്ങോട്ട് തരും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് നമ്മൾ പോവും സ്കൂളിൽ. പിന്നെ ആക്ച്വലി ഇവിടെയും ഇതായിരുന്നു നമ്മളുടെ വർക്ക് ഏരിയ ഒക്കെ. ഇവിടെയും ഒരു ടേബിൾ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ഇവിടെ ടേബിൾ ഇല്ല. ഇവിടെ കുറെ മാങ്ങയുണ്ട്, കണ്ടോ, നല്ല പഴുത്ത മാങ്ങ. യൂട്യൂബിലിടാൻ അപ്പൊ നിങ്ങൾക്ക് കാണാം. ഫോണിൽ ഞാൻ ലിങ്ക് അയച്ചുതരാം. ലിങ്ക് എടുത്താൽ മതി, നമുക്ക് യൂട്യൂബിൽ കാണാം. കോഴിമുട്ട പൊരിച്ചാൽ കൊള്ളാം. ഇതെവിടുന്ന റംബൂട്ടാനൊക്കെ? റംബൂട്ടാൻ ഞാൻ എത്ര നാൾക്ക് ശേഷം റംബൂട്ടാൻ കഴിക്കുന്നേ. അവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. നല്ല മധുരമുണ്ട്. ഇത് വളർത്തിക്കൂടെ എനിക്ക്? കൊള്ളാം. വൈകുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ കയറിപ്പോ. അച്ഛമ്മേൻ്റെ സ്പെഷ്യൽ മീൻകറി. ഇത് അച്ഛമ്മ ഉണ്ടാക്കിയതാണോ ചേച്ചി ഉണ്ടാക്കിയാണോ? അയിലല്ലേ? ഞാൻ ആക്ച്വലി മീൻ അങ്ങനെ കഴിക്കുന്നൊരു വ്യക്തിയല്ല. പിന്നെ ചെറുതായിട്ടൊക്കെ ഞാൻ മീൻ കഴിക്കുള്ളൂ. എനിക്ക് മീനിൻ്റെ ചാറ് ഇങ്ങനെ കുറേ കഴിക്കണം ഇഷ്ടം. എനിക്ക് ചോറ് കഴിക്കുമ്പം കറി കൂടുതൽ വേണം. എനിക്ക് ചോറ് ഇങ്ങനെ കറി മുങ്ങിയിരിക്കണം. അങ്ങനെ കുറച്ച് കറി പറ്റും. മതി. We have മീൻ ഫ്രൈ. എനിക്ക് പക്ഷെ ഞാൻ അയില കഴിക്കും വല്ലപ്പോഴും. പക്ഷെ എനിക്ക് അയിലേൻ്റെ വാലേ ഇഷ്ടമുള്ളൂ. നമ്മൾ വാലൊടിച്ചെടുക്കും. അപ്പം എനിക്ക് 2 വാലായി. എനിക്ക് പാക്ക് ചെയ്ത് തരുന്നുണ്ട്. എന്തൊക്കെയാണ്? കുറച്ച് റസ്ക് ഉണ്ട്, പഴമുണ്ട്, ആൻഡ് റംബൂട്ടാൻ. മാങ്ങ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കുറേ.
നോക്കൂ ഗൈസ്, അച്ഛൻ എപ്പോഴും മുട്ട പൊരിക്കുമ്പം കുറച്ച് കട്ടിയായിട്ട് വെച്ചാൽ അധികം ഇങ്ങനെ പരത്തി ഇതാക്കൂല, അതെനിക്ക് ഇഷ്ടമായിരുന്നു അന്ന്. പിന്നെ ഉണക്കമുളക് ഇടും. ഇതാണ് അച്ഛമ്മേൻ്റെ സ്പെഷ്യൽ മുട്ട. അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിക്കാമല്ലോ, വൈകുന്നേരമായിട്ടോ. വർഷങ്ങൾക്ക് ശേഷം, എത്ര വർഷമായി? 2017 നമ്മൾ പുതിയ വീട് വെച്ച് മാറുന്നത്. ഇപ്പം എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. നൊസ്റ്റാൾജിയ, മക്കളാച്ചി എടുക്കണേക്ക്. അതുപോലെ തന്നെ ഈ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഞാനും അച്ഛമ്മയും കൂടെ രാവിലെ തല്ലായിരിക്കും. അപ്പം മുറ്റടിച്ച് വാരിയിട്ട് നമ്മൾ ഇവിടെ ഈ തെങ്ങും തടത്തിൽ വെച്ചാൽ ഇപ്പൊ ഇവിടുത്തെ ഹൈറ്റ് അധികം ഇല്ല, പക്ഷെ കുറച്ചും കൂടെ താഴെ ലൈക്ക് ഹൈറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം പണ്ടൊരു സമയത്ത് ഞാൻ ആക്ച്വലി എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനിയത്തിക്കൊരു 3.5 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഈ അറ്റത്തിന്റെ അനിയത്തി വന്നപ്പോൾ ഞാൻ അവളെ താഴത്തോട്ട് തള്ളിയിട്ടു. നിങ്ങളായിരിക്കും ഞാൻ സൈക്കോ ആണ്. സൈക്കോ ആയിട്ടൊന്നല്ല, ചുമ്മാ തള്ളിയിട്ടതാ. ഇത്ര ഹൈറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ടിങ് അങ്ങനെ തള്ളിട്ടു. ഇത് ആക്ച്വലി എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞു ഞാൻ സൈക്കോ ആണെന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല, ഞാൻ ചുമ്മാ ഒരു ഫണ്ണായിട്ട് ചെയ്തായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് അവളെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പറയരുത്, മിണ്ടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെയാണ്. പിന്നെന്താ ഇവിടെ, പിന്നെ ആക്ച്വലി ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കുളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ ഗോൾഡൻ ഫിഷിനെയൊക്കെ വളർത്തി. എപ്പോഴും എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഫിഷ് ടാങ്ക് ഒക്കെ വെച്ചാൽ ഇവിടെ അടുത്ത വീട്ടിലൊക്കെ ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്കും ഫിഷ് ടാങ്ക് വേണം പറഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ഫിഷ് ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് മീനിനെയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോച്ച്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതെന്ത് പോവാണാവോ, എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പേര്. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇത് നമ്മളുടെ വീട്ടിന് മുന്നത്തെ ഈ പറമ്പ്. ഞാൻ പറഞ്ഞില്ല, ഇതിലായിരുന്നു ആക്ച്വലി എൻട്രൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ടോ, ഈ പാറ, അതിൻ്റെ മേലെ നിന്നിട്ട് നമ്മൾ മറ്റേ പേപ്പർ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറത്തുമായിരുന്നു താഴത്തോട്ട്. അപ്പൊ താഴേക്ക് ആക്ച്വലി കാട് പിടിച്ച് ഇങ്ങനെ ആയിരുന്നില്ല, ലൈക്ക് റബ്ബർ തോട്ടമായിരുന്നു അത്. അപ്പം ഇങ്ങനെ എന്താ പറയാ, ഇത്രയും ഇങ്ങനെ ഒരു കാട് മൂടിയ അവസ്ഥയായിരുന്നില്ല. എന്ന് വെച്ചാൽ ഓരോ റബ്ബറും അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയായിരുന്നു, കുറച്ചുകൂടെ നമുക്ക് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഫുൾ കാട് പിടിച്ചു. ആൻഡ് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇത് കണ്ടോ, എന്താ ഇതിന് പറയാ, വിറകുവര. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടുമായിരുന്നു പണ്ട്. അച്ഛൻ എപ്പോഴും വെക്കേഷൻ ടൈമിൽ ഇവിടെ ഊഞ്ഞാൽ കിട്ടും. എന്നിട്ട് നമ്മൾ ഫുൾ എന്നിട്ട് അടിയായിരുന്നു ആക്ച്വലി. എന്നിട്ട് ഇത്ര വട്ടം ഞാൻ ആടിക്കഴിഞ്ഞാൽ അടുത്ത 10 അനിയത്തി, അങ്ങനെ ആക്ച്വലി അടിയായിരുന്നു അന്നൊക്കെ. മിസ് ദോസ് ഡേയ്സ്. പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ പറമ്പൊക്കെ കാണിച്ചു തരാം. നമ്മളിങ്ങനെ കുറേ കാലം ജീവിച്ചൊരു സ്ഥലത്തേക്ക് പിന്നെ പോകുമ്പം, അതിപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളാണെങ്കിലും നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണല്ലേ. ഇവിടെ നമുക്ക് കുറച്ച് പറമ്പുണ്ട് മേലോട്ടൊക്കെ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ തുണി ഇളക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ഇതുണ്ട്, കിണർ കാണിച്ചു തരാം. കിണറിൻ്റെ അവിടെയൊക്കെ ഫുൾ ഇവിടെ കൊക്കോ. ഞാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൊക്കോ ഇത്രയും വലുതായിട്ടില്ല. ഇപ്പൊ കൊക്കോ നോക്കി, കൊക്കോന്റെ വലുപ്പം കണ്ടോ, അത് ആക്ച്വലി പഴുത്ത കൊക്കോ കണ്ടോ, അതൊക്കെ പഴുത്ത കൊക്കോ ആണ്. പിന്നെ ഇവിടെ ഈ പ്ലാവൊക്കെ, ഈശ്വര സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ വളർന്ന സമയത്ത് ഇവിടെ പ്ലാവും മാവും ഒന്നും കായ്ക്കൂലായിരുന്നു. എന്ന് വെച്ചാൽ അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഇതുകൊണ്ട്, അങ്ങനെയൊന്നല്ല. ഓക്കെ, ഞാൻ വളർന്ന സമയത്ത് ഇതൊക്കെ കുട്ടി മരങ്ങളായിരുന്നു. ഓക്കെ, അപ്പം ഇതൊന്നും കായ്ക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല, എന്നെപ്പോലെ തന്നെ കുഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പാണെങ്കിൽ ഇവിടെ എവിടെ നോക്കിയാലും ചക്കയും മാങ്ങയൊക്കെയാണ്. പിന്നെന്താ, എവിടെ നോക്കിയാലും കൊക്കോ ആണ്. കൊക്കോ ആക്ച്വലി അന്നൊക്കെ നമ്മളിങ്ങനെ കൊക്കോ പറിച്ചിട്ട് വിൽക്കാൻ നേരം നമ്മൾ ഇടയ്ക്ക് 2 എടുത്ത് പൊറുക്കി കഴിക്കുമായിരുന്നു. ഇവിടെയൊക്കെ കണ്ടോ കൊക്കോ. വല്ല പാമ്പുണ്ടോന്ന് അറിയില്ല. ഇവിടെ കണ്ടോ പഴുത്ത കൊക്കോ. യെസ്, ഇത് പച്ച കൊക്കോ, കുഞ്ഞി അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഇതൊക്കെ കൊക്കോൻ്റെ ഇതാണ്, പൂവാണ്. അതാണ് ഇനി കൊക്കോ ആവുക. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കുഞ്ഞു പൂവുകളാണ് കൊക്കോൻ്റെ. എങ്ങനെ കാണിച്ചത്, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കുഞ്ഞു പൂവുകളാണ്. ഇതാണ് നമ്മളുടെ കിണർ. അയ്യോ, ആക്ച്വലി പണ്ട് നമ്മളിത്
സമ്മർ ടൈമിലൊക്കെ ഇവിടെ ഒരു ചെറിയൊരു കുളിമുറി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു സമയത്ത് ഇവിടുന്ന് കുളിക്കുമായിരുന്നു. ബിക്കോസ് ഭയങ്കര തണുത്ത വെള്ളമാണ് ഈ കിണറിലുള്ളത് എന്ന് വെച്ചാൽ ഭയങ്കര ആഴമില്ല, സത്യം പറഞ്ഞാൽ ഭയങ്കര ആഴമില്ലാത്ത കിണറാണ്. ആൻഡ് എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും എന്ന് വെച്ചാൽ എപ്പോഴും ഈ കിണറ്റിൽ വെള്ളം ഉണ്ടാവും. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റേയില്ല, അതൊരു പ്രത്യേകത ആണല്ലേ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വറ്റേയില്ല. അപ്പോൾ എപ്പോഴും ഇവിടെ വെള്ളമുള്ളതുകൊണ്ട് സമ്മർ ടൈമിൽ നമ്മൾ ഇവിടുന്ന് കോരി കുളിക്കുമായിരുന്നു. ഭയങ്കര തണുത്ത വെള്ളം. സത്യം പറഞ്ഞാൽ ഞാൻ ഇനി എപ്പോഴെങ്കിലും ഞാൻ ജനിച്ച് ആ ടൈമിൽ ഞാനൊരു ക്വാർട്ടേഴ്സിലായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ആ ക്വാർട്ടേഴ്സ് അവിടെ ഞാൻ പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല, എന്നാലും ചുമ്മാ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച ടൈമിലുള്ള എൻ്റെ ഓൾമോസ്റ്റ് മെമ്മറീസ് ഒക്കെ ഇവിടെയാണ്. ഇവിടെ ഈ മുറ്റത്ത് കൂടെയൊക്കെ എൻ്റെ അമ്മ എന്തോ ഒരു ഓടിച്ചിട്ടുണ്ടെന്നറിയോ, ഓടിച്ചിട്ടടിക്കുമായിരുന്നു എന്നെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അനുസരിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ എത്ര ഉടനെ ഞാൻ ഇതിലേ ചുറ്റിപ്പോയി അപ്പുറത്തൂടെ വരും. എന്തായാലും ഇപ്പം അമ്മ ഓടി എന്നെ പിടിക്കാൻ പോകണമെന്നില്ല, ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്നാലും ചൂല് വെച്ചിട്ടുള്ള ഏറെ കിടക്ക് കിട്ടാറുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവില്ലേ? ലൈഫിൽ അതൊക്കെ കിട്ടിയില്ല എന്തായാലും നമുക്ക് ഓർക്കാനുള്ളൊരു എന്താ പറയുക ഫണ്ണി മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ. ഞാൻ പോവാ, അടുത്ത മഴ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് റെയിൻ കോട്ട്. എന്താ പരിപാടി? TV കണ്ട് ഇങ്ങനെ ഇരിക്കുക, സുഖം. അപ്പം എപ്പോഴെങ്കിലും ഞാൻ വരാം. ഓക്കെ ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? എപ്പോഴെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് എന്ത് പറയാനാ? ഇനി എപ്പോഴെങ്കിലും ഏത് കാലം അപ്പം എത്ര കാലമായി വരാത്ത എന്നെ കാണണമെന്ന് പോലും വിചാരില്ല. ലൈൻ കട്ട്. ഓക്കെ, ബൈ ബൈ, സീ യു. ഇതൊക്കെ എടുത്തോണ്ട് പോയിക്കോ. എന്ത്? റംബൂട്ടാൻ. റംബൂട്ടാനും ഒരു മഴ വരുന്നുണ്ട് അടുത്തത്. അതിന് മുമ്പ് എനിക്ക് തിരിച്ച് വീട്ടിലെത്തിയിട്ട് എനിക്ക് കുളിക്കണം. ഇന്ന് ഞാനൊരു ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വിൽ ഷോ യു. ഞാൻ കുറേ നാളായി ഹെയർ മാസ്ക് വാങ്ങിക്കണം എന്നൊക്കെ, പക്ഷേ എനിക്ക് ഹെയർ മാസ്കിന് ഭയങ്കര റേറ്റ്. അത്രയൊക്കെ കൊടുത്ത് വാങ്ങിക്കണമെന്ന് ഞാൻ ആലോചിക്കും. പക്ഷെ ഒരെണ്ണം വാങ്ങിച്ച് വയ്ക്കാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാനൊരു ഹെയർ മാസ്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാണിച്ചു തരാം. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോട്ടെ. ഞാൻ എന്താ ജസ്റ്റ് വീട്ടിലെത്തി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് മാസ്ക് ഉണ്ടാക്കണം. മാസ്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ചെമ്പരത്തിൻ്റെ ഇല. അപ്പോൾ നമുക്കത് പോയി പറിക്കാം. പണ്ടൊക്കെ വീട്ടിലുള്ള സമയത്ത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ ചെമ്പരത്തിൻ്റെ താളി ഉണ്ടാക്കി തരും. പക്ഷേ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ ചെമ്പരത്തി താളിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എപ്പോഴും നമ്മൾ നാച്ചുറൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മഴയുണ്ട്, എന്നാലും നമുക്ക് ചെമ്പരത്തി ഇല പറിച്ചിട്ട് വരാം. ബിക്കോസ് എന്തായാലും ഞാൻ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഇരിക്കണം. മഴ. അപ്പോൾ നമുക്ക് ചെമ്പരത്തി ഇല പറിക്കാം. ഇവിടെ ചെമ്പരത്തി ഉണ്ട്, കണ്ടോ? നമ്മളുടെ വീട്ടിലല്ല, വേറെ വീട്ടിൽ, എൻ്റെ വീട്ടിലെ ചെമ്പരത്തി ഈ ഇലയല്ല, ഇങ്ങനത്തെ ഒരു ഇലയല്ല, ഈ ഒരു ഇലയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ഇളം ഇല മാക്സിമം നോക്കി പറിക്കാൻ നോക്കുക. ഇന്ന് ഞാൻ മഴ നനഞ്ഞ് ഞാൻ പനി പിടിപ്പിക്കും. പക്ഷെ ഇതെന്താ എൻ്റെ കൂടെ വരുന്നത്? വാ ഇങ്ങോട്ട്. ഞാനിപ്പം നനഞ്ഞ് കുളിക്കും മിക്കവാറും. ഇതിപ്പോൾ ചെമ്പരത്തിയില എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് നനഞ്ഞു. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം അല്ലേ? അങ്ങനെയാണല്ലോ അതിൻ്റെ യുദ്ധം. അപ്പം നമുക്കിവിടെ വെളിച്ചം ഭയങ്കര കുറവാണ്, ബിക്കോസ് നല്ല മഴയാണ് പുറത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചെമ്പരത്തിയില എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കുതിർത്ത് വെച്ച ഉലുവയാണ്, ഫെനുഗ്രീക്ക്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. അപ്പം ഞാൻ കുതിർത്ത് വെച്ച ഉലുവ ഒരു 2-3 hours ഞാൻ വെച്ചത്. പിന്നെ ചെമ്പരത്തി ഇല, 1 ടീസ്പൂൺ കോഫി പൗഡർ, എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, പുറത്ത് ആക്ച്വലി ഭയങ്കര മഴയാണ്. എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം നിങ്ങൾക്ക് നോയ്സ് കട്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഹെയർ മാസ്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ആക്ച്വലി എനിക്കൊരു രണ്ട് തവണ എന്തായാലും യൂസ് ചെയ്യാനുണ്ടാവും. പിന്നെ എൻ്റെ ഹെയർ നന്നായിട്ട് പിടിപ്പിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വേണം. അപ്പോൾ ഇതെനിക്ക് 2 തവണ യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ ഷൈൻ കിട്ടാൻ, പിന്നെ നമ്മളുടെ ഹെയറിന്റെ റൂട്ടൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും, പിന്നെ
ആ ഗ്രേയിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ കോഫി പൗഡർ ആണെങ്കിലും, സോറി ഗൈസ്, സ്റ്റോറേജ് തീർന്നതായിരുന്നു. അപ്പോൾ മൈക്ക് ഓണല്ലേ? അപ്പോൾ കോഫി ആണെങ്കിലും നമ്മളുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആ ഒരു ഷൈൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഹെയർ ലോസ് ഹോർമോൺസിനൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഇതിലെല്ലാം തന്നെ ഇങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതും നാച്ചുറലാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള റെമഡീസൊക്കെ ട്രൈ ചെയ്യുക. അതിപ്പോൾ നമ്മളുടെ സ്കിന്നിനാണെങ്കിലും നമ്മളുടെ ഹെയറിലാണെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചിട്ട്, പിന്നെ നിങ്ങൾ കുറേ വെള്ളം കോരി ഒഴിച്ചിട്ട് ഇത് ജ്യൂസാക്കി എടുക്കരുത്. ഓക്കെ, കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഞാൻ പറയാൻ മറന്നുപോയി, വെള്ളം ആഡ് ചെയ്യണം, പക്ഷേ ഭയങ്കരമായിട്ട് ആഡ് ചെയ്യരുത്. ഓക്കെ, കുറച്ച് വെള്ളം മതി. നമുക്കിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഓക്കെ ഓക്കെ കാണുമ്പോൾ വേറെന്തോ പോലെയുണ്ട്, പക്ഷെ അത് നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, നല്ല മണമാണ് കേട്ടോ ഇതിന്. എനിക്ക് ചെമ്പരത്തി, നമ്മൾ താളി പണ്ടൊക്കെ ഉരച്ച് നമ്മളിങ്ങനെ കല്ലിലുരച്ചാണ് താളി ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഉരച്ചിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണം വരും. പിന്നെ ആ ഒരു ചെമ്പരത്തിൻ്റെ ഇലയ്ക്കൊരു കൊഴുപ്പുണ്ടാവും, നല്ലതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഹെയറിൻ്റെ ഫസ്റ്റ് നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഹെയറിൽ ഉണ്ടാവുന്ന മിക്ക പ്രോബ്ലംസും നമ്മളുടെ സ്കാൽപ്പ് അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മളുടെ സ്കാൽപ്പിനെ സൂക്ഷിക്കണം. എസ്പെഷ്യലി നിങ്ങൾ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അത് ഡ്രൈ ആവാനും അത് കാരണം തന്നെ നമ്മളുടെ ഹെയർ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്കാൽപ്പ് മാക്സിമം അടിപൊളിയായിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, നമുക്കിതെല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഒട്ടും കുറവ് വേണ്ട, കിടക്കട്ടെ അങ്ങോട്ട്. ഞാനപ്പം എല്ലായിടത്തും ഞാൻ മാസ്ക് മാക്സിമം ഇട്ടിട്ടുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ കോണിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, വിട്ടു പോകരുത്, ഒന്നിനെ വെറുതെ വിടരുത്. ആ രീതിയിൽ എല്ലാം അങ്ങ് അപ്ലൈ ചെയ്യണം. ഓക്കെ, മാക്സിമം എന്നിട്ട് സ്കാൽപ്പിലൊക്കെ നല്ല കട്ടിക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു. വല്ലപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാ വെറുതെ കുറയ്ക്കുന്നത്. അപ്പം നന്നായിട്ട് ഞാനെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെയറിൻ്റെ ലെങ്ത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 45 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം. ഓൾസോ എൻ്റെ ഫോണിൽ ചാർജിൽ ഇപ്പോൾ ചത്തുപോകും. ബാക്കി വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് ചാർജ് വേണം. അപ്പോൾ നമുക്ക് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ, ഇന്നലെ ആക്ച്വലി എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ ലൈക്ക് ഈ വ്ളോഗ് ആക്ച്വലി ഇന്നലെ തന്നെ എൻഡ് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു ലൈക്ക് ഇന്നലെ നമ്മളൊരു ഹെയർ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കൂടെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു ഉച്ചയൊക്കെ ആയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോഴത്തെ ഹെയറിൻ്റെ അവസ്ഥ എന്താണെന്ന്. കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കേളിങ് ക്രീം ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഞാൻ ഷാംപൂ കണ്ടീഷണർ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇന്നലിട്ട മാസ്ക് ഇട്ടിട്ട് തല കഴുകി. പിന്നെ എൻ്റെ ഹെയർ ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ ഹെയർ വാഷ് എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് തടവാറുണ്ട്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ യു ക്യാൻ സീ ഹൗ മൈ ഹെയർ ആഫ്റ്റർ ദ വാഷ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഷൈൻ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കര ഫ്രിസ് പോയിട്ടൊന്നുമില്ല. നമ്മൾ ആ മാസ്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്താലാണല്ലോ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. കൺസിസ്റ്റൻസി വേണം അല്ലേ എന്ത് കാര്യത്തിലും. അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾ വിചാരിക്കും ലൈക്ക് ഒരു കേളി പ്രൊഡക്ട്സും ഞാൻ എൻ്റെ ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ബട്ട് യു ക്യാൻ സീ ദ കേൾസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് കേളി ഹെയർ സീക്രട്സ് ദറ്റ് നോ വൺ ടെൽസ് അബൌട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ tell me in the comments. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Till then it's signing off from Rinjima. Bye. Love you guys. Thank you so much for watching.